ഒരു നുണ കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. ബംഗാളിൽ രണ്ട് സിംഹങ്ങളുടെ പേരിൽ വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ രാജ്യം മുഴുവൻ, കേരളത്തിലും നടക്കുന്നുണ്ടായിരുന്നു. അതായത് ബംഗാൾ മൃഗശാലയിലെ ഒരു സിംഹത്തിന് അക്ബർ എന്നും ഒന്നിന് സീത എന്നുമായിരുന്ന പേര്. ഈ പേര് മാറ്റണം, രണ്ട് മൃഗങ്ങളെയും ഒരുമിച്ചിടാൻ പാടില്ല എന്ന് പറഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് കോടതി പോയി. ഇപ്പോൾ ആ കേസിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു പേര് മാറ്റണം. ദൈവങ്ങളുടെ പേര് മനുഷ്യനിടുന്നത്, ദൈവങ്ങളുടെ പേര് മൃഗങ്ങൾക്കിടുന്നത് ശരിയായ നടപടിയല്ല. പട്ടിക്കും പൂച്ചയ്ക്കും ഇങ്ങനെ പേരിടുമോ? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പേര് ഇതുപോലെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് നിങ്ങൾ ഇടുമോ എന്നൊക്കെയാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ എന്തിനായിരിക്കും മാഷേ ഇങ്ങനെ ഒരു പേരുമാറ്റം നടന്നു? കാരണം ത്രിപുരയിൽ നിന്ന് ആനിമൽ എക്സ്ചേഞ്ച് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ട് സിംഹങ്ങളെ മാത്രമല്ല കുറേ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഇട്ട് ഒരു സംഘം, ഒരു പറ്റം മൃഗങ്ങളെ ബംഗാളിലേക്ക് അയച്ചത്. ബംഗാളിലേക്ക് പോകും മുമ്പ് ഈ മൃഗങ്ങളുടെ പേര് രാമനെന്നും സീതയെന്നുമായിരുന്നു. ബംഗാളിലെ സിലിഗുരി മൃഗശാലയിലെത്തിയപ്പോൾ സീതയെ നിലനിർത്തിയിട്ട് സിംഹിയുടെ പേര് നിലനിർത്തി സിംഹത്തിൻ്റെ പേര് അക്ബർ എന്നാക്കി മാറ്റി. എന്നിട്ടൊരു വിവാദം ബംഗാളിൽ നിന്നുണ്ടായി. ഇതേസമയം ബംഗാൾ കത്തുകയാണ്. സിലിഗുരിക്ക് അടുത്തുള്ള ജില്ലയായ സന്ദേശ് ഗലിയിൽ 24 ഫർഗാനാസിൽപ്പെട്ട സന്ദേശ് ഗലിയിൽ നൂറുകണക്കിന് സ്ത്രീകൾ മാനഭംഗത്തിനിരയായി എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അതൊന്നും വാർത്തയാവുന്നില്ല. പക്ഷേ ഈ സിംഹത്തിൻ്റെ പേര് നാഷണൽ മീഡിയയിൽ, കേരളത്തിൽ ഒക്കെ വലിയ ചർച്ച. അത് ഈ രണ്ട് സംഭവങ്ങളും ഒരുമിച്ചായി തീർന്നത് യാദൃച്ഛികമാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് സാർ പറയുന്നത്. എനിക്കങ്ങനെ തോന്നുന്നു. ഭരണകൂടത്തിൻ്റെ തന്ത്രങ്ങളിൽ പലപ്പോഴും ഏത് ഭരണകൂടമായാലും എപ്പോഴും സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ജനങ്ങളുടെ ശ്രദ്ധ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് തിരിക്കാനും. പലപ്പോഴും ഗവൺമെൻറ് പ്രതിസന്ധിയിലാകുന്ന ഇഷ്യൂസ് ഉള്ളപ്പോൾ വളരെ വൈകാരികമായ വില കുറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് ജനങ്ങൾ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമങ്ങൾ, അതിനുവേണ്ടി മനഃപൂർവ്വം സ്റ്റോറീസൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ബംഗാളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഒരേ സമയത്ത് സംഭവിച്ചിരിക്കുന്നു, രണ്ടും കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിക്കാവുന്നതാണ്. പക്ഷേ ഇതിലിപ്പോൾ ആർക്ക് ആലോചിച്ചാലും ഇത് ഒരു വേണ്ടാത്ത പണിയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ന് വന്നു എന്ന് പറയുന്ന കോടതി വിധി ബംഗാൾ ഗവൺമെൻറ്റിന് മാത്രമല്ല, ത്രിപുരയിലെ ഈ പണി ചെയ്തവർക്കും ഇത് ബാധകമാണ്. ഇപ്പോൾ രാമനും സീതയും, ഒരു സിംഹങ്ങൾക്ക് എന്നല്ല ഭൂമിയിലെ ഏത് ജന്തുക്കൾക്കും പേര് കൊടുക്കുമ്പോൾ പരമ്പരാഗതമായിട്ട് കോടിക്കണക്കിന് മനുഷ്യർ ആരാധിക്കുന്ന ദൈവങ്ങളുടെ പേര് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് വിശ്വാസത്തിന് വലിയ പവിത്രത കൽപ്പിക്കുന്ന നാടാണ്. പ്രത്യേകിച്ച് രാമജന്മഭൂമി കഴിഞ്ഞിരിക്കുമ്പോൾ അതെ, ആർക്കും അറിഞ്ഞൂടാത്തത് രാമൻ എന്ന ദൈവത്തിന്റെ പേരിൽ കഴിഞ്ഞ 10-50 കൊല്ലമെങ്കിലും ആയിട്ട് ഇന്ത്യ വലിയ തോതിൽ പ്രക്ഷുബ്ധാവസ്ഥ കണ്ടതാണ്. ഏതാണ്ട് അടങ്ങി വരുന്നതേ ഉള്ളൂ, ആശ്വാസം കൊള്ളുന്ന സമയമാണ്. ആ സമയത്ത് രാമൻ എന്ന പേര് ഒരു സിംഹത്തിന് കൊടുത്തത് തന്നെയാണ് ആദ്യത്തെ തെറ്റ്. അതെ, അതിൻ്റെ കൂടെ സീതയും കൊടുത്തു. എന്നായാലും ഇപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ രണ്ട് ദൈവങ്ങളുടെ, രാമൻ്റെയും സീതയുടെയും പവിത്രമായ രണ്ട് ദൈവനാമങ്ങൾ കൊടുത്തു രണ്ട് സിംഹത്തിന്. ആ സിംഹത്തിനെ പശ്ചിമ ബംഗാളിൽ കൽക്കത്ത മ്യൂസിയത്തിലെത്തിയപ്പോൾ എന്തിനാണ് ഇവർ ഒരു രാമനെ മാത്രം പിടിച്ച് അക്ബർ എല്ലാ കാര്യമുണ്ടോ? മണ്ടത്തരം എന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണോ? അത് മണ്ടത്തരമാണോ? അതൊരു ബുദ്ധിയാണ് നടന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇന്ന് സന്ദേശ് ഗലി കേരളത്തിലെ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും വാർത്തയാണ്. കാരണം മാർച്ച് 6-ന് പ്രധാനമന്ത്രി സന്ദേശ് ഗലിയിലെത്തി അവിടുത്തെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഇവിടെ സന്ദേശ് ഖാലി എന്ന് പറയുന്ന ആ സ്ഥലം, അവിടെ നടക്കുന്ന അക്രമം ഒരു വാർത്തയാവുന്നു. 2-3 സാധ്യതയുണ്ട് സാർ. ഒന്ന്, ഒരു പക്ഷേ ഭരണകൂടത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭരണകൂടത്തിന് ഇപ്പോൾ അവിടെ ഈ സന്ദേശ് ഖാലി ഉൾപ്പെടെയുള്ള ഇഷ്യൂസ് പ്രക്ഷുബ്ധമാകുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പിൽ മമതാ ബാനർജിയെ പോലെ പോപ്പുലറായ ഒരു ഭരണാധികാരിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആശ്രിതന്മാരായ ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാവാം. അതൊരു സാധ്യതയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ നേരിട്ട് മുഖ്യമന്ത്രിമാരൊന്നും അറിഞ്ഞിട്ടല്ലെങ്കിൽ അവർക്ക് വേണ്ടി അത് ചെയ്യാൻ PR ഗ്രൂപ്പ് പോലെയുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. അത് അങ്ങനെ സംഭവിക്കാം. ഒന്ന്. രണ്ടാമത്തേത്, ഈ ഉദ്യോഗസ്ഥന്മാരുടെ വർഗീയത സാറേ എല്ലാ കാലത്തും എല്ലായിടത്തും ഒരു പ്രശ്നമാണ്. നമ്മുടെ നാട്ടിലും ഒരു ഇഷ്യൂ ആണ്. ഭരണകൂടങ്ങൾ പോലും ഓർക്കാത്ത മട്ടിലാണ് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയോടെ ഉദ്യോഗസ്ഥന്മാർ വർഗീയത കാണിക്കും. ഒരു ദൈവത്തിൻ്റെ ഒരു സിംഹത്തെ കൊണ്ടുവന്നു, രാമൻ എന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു രാമൻ ഇവിടെ വേണ്ട എന്ന് ഒരു മൃഗശാല ഉദ്യോഗസ്ഥന് തോന്നിയാലും. അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടല്ലോ സാർ. സിറാജുന്നിസ വെടിവെപ്പ് കേസ് മലബാറിൽ നടന്ന അന്ന് ഒരു പോലീസ് ഓഫീസർ ഐ വാണ്ട് മുസ്ലിം ബോഡീസ് എന്ന് ഫോണിൽ പറഞ്ഞു, വയർലെസ് വലിയ വിവാദം ഉണ്ടായിരുന്നു.
മുസ്ലിം ബോഡീസ് എന്നയാൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണോ പറയുന്നത്? പറഞ്ഞു എന്നും പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നു. അതെ, ധാരാളം നീട്ടി ഞാൻ കണ്ടിരുന്നു. അതായത് ഞാൻ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും നമ്മുടെ ഭരണകൂടം പോലും ആഗ്രഹിക്കാത്ത മട്ടിലുള്ള വർഗീയ വികാരങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അത്തരത്തിലൊരു പക്ഷേ കൽക്കത്ത മ്യൂസിയത്തിലെ കൽക്കത്ത കാഴ്ച ബംഗ്ലാവിലെയോ ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ച അമിതമായ വർഗീയതയുമാവാം. അവൻ്റെ ഉള്ളിൽ മാത്രമുള്ള വിഷമാണത്. സത്യത്തിൽ ഇപ്പോൾ രാമൻ എന്നൊരു ദൈവം, അത് രാമൻ വലിയ ഇഷ്യൂ ആയി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു രാമനോടുള്ള ഒരു വിരുദ്ധ താല്പര്യം വന്നാൽ അങ്ങനെ ഒരു രാമൻ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിൽ ഈ മൃഗശാലയിൽ വേണ്ട എന്ന് വെച്ച് പേര് മാറ്റിയതും ആവാം രണ്ടാമത്തെ സാധ്യത. മൂന്നാമത്തെ സാധ്യത ഇതൊന്നും അറിയാതെ ഇപ്പോൾ മണ്ടത്തരം കാണിച്ചതും ആവാം. ഇപ്പോൾ രാമൻ എന്ന പേര് വേണ്ട, അത് ഇപ്പോൾ എന്താണ് അക്ബർ തന്നെ തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത്? രാജ്യാന്തര വാർത്തയാവുന്നത് എങ്ങനെയാണ്? വാർത്തയാക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ രണ്ട് പക്ഷം ഉണ്ടാവാം താല്പര്യം. മമതയ്ക്കെതിരായ ഒരു വാർത്ത കിട്ടിയാൽ, അതും സന്ദേശ് ഗാലിയുടെ ഒരു കൗണ്ടർ എഫക്ട് കൂടി. മമതയ്ക്കെതിരെ VHPക്കെതിരെ ആയിരുന്നു വാർത്ത. ഹിന്ദുത്വം എങ്ങനെയൊക്കെ പിടിമുറുക്കുന്നു. അല്ല, രണ്ട് തരത്തിലുണ്ടായി സർ. VHP അതായത് ഈ മമതയ്ക്കെതിരായി അല്ലെങ്കിൽ രണ്ട് തരത്തിലാണ് ട്രോൾ ചെയ്യപ്പെട്ടത്. അത് VHPയെ മാത്രമല്ല ബാധിച്ചത്, ഈ ഹിന്ദു സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സംഘടനകളെയും അത് ബാധിച്ചു. വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ടു. എന്നിട്ട് ഇപ്പോൾ വന്ന ട്രോളുകൾ കാണുന്നുണ്ട് സാർ സമാന്തരമായിട്ട്. എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്ന പല സാധനങ്ങളുണ്ട്. നമുക്ക് അറബിക്കടലിന്റെ പേര് മാറ്റി, നമ്മുടെ സിന്ധുവും നമ്മുടെ പമ്പയും ഒന്നും ഇനിയിപ്പോ അങ്ങനെ. VHPയുടെ പ്രയർ ഈ രണ്ട് സിംഹങ്ങളെ ഒരു കേജിലിടണമെന്നായിരുന്നില്ല, സീത എന്ന പേരും കൂടെ മാറ്റണമെന്നായിരുന്നു. അതെ, അതൊരു ന്യായമായ ഡിമാൻഡാണ്. രാമനെ മാറ്റിയില്ല, എന്നാൽ പിന്നെ സീത കൂടെ മാറ്റാം, അത് പറയാവുന്നതുമാണ്. പക്ഷെ ഇപ്പോൾ വന്നപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ ഈ രാമന് പകരം അക്ബറാക്കുക. എന്നിട്ട് അക്ബർ ഒരു മുസ്ലിമാണ്, അപ്പോൾ പുരുഷനായ ഒരു മുസ്ലിം സിംഹം, ഇപ്പുറത്ത് സിംഹി അല്ലെങ്കിൽ പെൺസിംഹത്തിന് സീത എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഒന്നൊരു മുസ്ലിം ബിംബമായി മറ്റേതൊരു ക്രിസ്ത്യൻ ബിംബമായി ഒരു നമ്മൾ പറയുന്ന ലവ് ജിഹാദ് പോലെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാം. ആരുടെയോ ബുദ്ധി ആയാലും ചെറിയ ബുദ്ധിയല്ല. അപ്പൊ അതുകൊണ്ട് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ഹിന്ദു സംഘടനകൾ ഇത്ര ചീപ്പാണ് അല്ലെങ്കിൽ ഇത്ര എന്ന തരത്തിൽ ഒരു കാമ്പയിൻ ഉണ്ടാക്കാൻ പറ്റി. വലിയ തോതിൽ ഇൻസൾട്ട് ചെയ്യും, വലിയ തോതിൽ. ഒരുപക്ഷെ അതായിരിക്കും ഈ ഞാൻ പറയുന്നത് BJP ഇതൊക്കെ വേറൊരു കുഴപ്പമുണ്ട് സർ. ആരെങ്കിലും ചെയ്തു കൂട്ടുന്നതൊക്കെ ആദ്യം കിട്ടുന്ന ചാൻസിൽ സംഘപരിവാർ അല്ലെങ്കിൽ BJP എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കൂട്ടുന്നത് അതൊരു എൻകാഷ് ചെയ്യപ്പെടും. അതെ, ആ രീതിയിൽ വന്നു. ഒന്ന്. രണ്ടാമത് കണ്ടില്ലേ, മമതാ ബാനർജി ഭരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവർക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ പറഞ്ഞ മമതയ്ക്ക് തന്നെ എതിരായി നിൽക്കുന്ന BJP ഇത് അങ്ങനെയും വരാം. പക്ഷേ അതിന് മട്ടും ഭാവം കണ്ടിട്ട് അങ്ങനെയല്ല. ആദ്യം പറഞ്ഞ തിയറിക്കാണ് സാധ്യത. കാരണം ഇത് ദേശീയ വാർത്തയായി എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും ഡിബേറ്റുകളായി. അതെ, ക്രിയേറ്റ് ചെയ്തതാവാം, അല്ലെങ്കിൽ നന്നായി പ്ലാൻ ചെയ്തതാവാം. ചില സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. മാഷ് ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഗവർണർ പല സ്ഥലത്തിറങ്ങി ഇവരൊക്കെ ആക്ഷേപിക്കുന്ന റോഡ് ഷോ എന്നൊക്കെ ഇവരെ ആക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം പുള്ളി കാട്ടി. അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് ഇടുക്കിയിൽ ഭൂപതിവ് നിയമത്തിനെതിരെ അവിടെ സമരം നടക്കുമ്പോൾ, ഹർത്താൽ നടക്കുമ്പോൾ അദ്ദേഹം ഇടുക്കിയിലേക്ക് പോകാൻ തീരുമാനം ചെയ്തു. അപ്പോൾ ഇടുക്കിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് അതിന് വാർത്താ കവറേജ് കിട്ടാൻ പോകും. എല്ലാ ചാനൽ ക്യാമറകളും ഇടുക്കിയിലേക്ക് പോകാൻ നിൽക്കുന്ന ദിവസം അതിരാവിലെ അടൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തു. അന്ന് പിന്നെ അതിലെല്ലാം പോയി, മാങ്കൂട്ടത്തിലായി. ഇനി വേറെ തമാശ പറയുന്നുണ്ട്. ഇപ്പോൾ ഗവർണർക്കെതിരെ എന്തുകൊണ്ടാണ് SFI നിരന്തരം കരിങ്കൊടി പ്രകടനം നടക്കുന്നത്? ഒരു കാര്യമില്ല. ഒരു വിഷയത്തിൽ ഒരാളുടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അയാൾ കുഴിയിലേക്ക് എടുക്കുന്നവരെ കരിങ്കൊടിയൊന്നും ആരും നടത്തൂലല്ലോ. സമരം നടത്തും, സമരം അവസാനിപ്പിക്കും. എന്തൊക്കെയാണെങ്കിലും ഇവർ കരിങ്കൊടി നടത്തിയതുകൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെക്കാനൊന്നും പോകുന്നില്ല. അദ്ദേഹം നാട് വിട്ടു പോകാനും പോകുന്നില്ല. അദ്ദേഹം ഇരിക്കുന്ന ടേം മുഴുവൻ ഇവർ സമരം നടത്താനും പോകുന്നില്ല. ഈ സമരം ഇടയ്ക്ക് വെച്ച് എങ്ങനെയാണെങ്കിലും നിന്ന് പോകും. ഒന്നെങ്കിൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ മടുത്ത് നിൽക്കും. പക്ഷേ ഈ സമരം നടത്താനുള്ള ഒരു കാരണം പറഞ്ഞു കേട്ടത് എന്താണെന്നറിയോ? അതായത് സമീപകാലത്ത് പല ക്യാമ്പസുകളിലും പല യൂണിവേഴ്സിറ്റികളിലും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വലിയ തോതിൽ യൂണിയനുകൾ ജയിച്ചു വരുന്നു. KSU പലയിടത്തും ജയിക്കുന്നു, MSF വരുന്നു. അപ്പോൾ ക്യാമ്പസുകളിൽ SFIക്ക് ഉണ്ടായിരുന്ന അപ്രമാദിത്വം കുറഞ്ഞു. അപ്പോൾ 1.5 വർഷത്തെ ഭരണത്തിൻ്റെ ഒരു ആലസ്യം SFIയെ ബാധിച്ചിട്ടുണ്ട്. ഒന്ന് ലൈവാക്കി നിർത്തണം. അതിനു വേണ്ടിയിട്ടൊരു ക്യാമ്പയിൻ എടുത്തു. പിള്ളേരെല്ലാം വന്ന് റോഡിലിറങ്ങി. അപ്പോൾ SFI ലൈവായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയുടെ ഒരു മെഷീനറി കൂടെ ലൈവായി. അതാവാം, അത് തീർച്ചയായിട്ടും അതൊരു വഴിയാണ്. അതേസമയത്ത് തന്നെ നമ്മുടെ ഗവർണർ ഉൾപ്പെടെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അവർ നടത്തിക്കൊണ്ടിരുന്ന ഈ നവകേരള സദസ്സിൻ്റെ യാത്രകൾ, അത് വടക്കുനിന്ന് തെക്കോട്ട് പോകുന്തോറും നേരിട്ട ഒരു സെറ്റ് ബാക്ക് ഉണ്ട്. അതിലേക്ക് യഥാർത്ഥ ജനശ്രദ്ധയും മീഡിയ അറ്റൻഷനും വരാതിരിക്കാനും കൂടി ഉപകരിച്ചു. ഇപ്പം ഗവർണറുടെ ആക്ടിവിസം അല്ല, അതിന്റെ ഗുണമുണ്ടായത് ആർക്ക്? യൂത്ത് കോൺഗ്രസിനാണ്.
യൂത്ത് കോൺഗ്രസ് എന്നുള്ള സംഘടന വളരെ സജീവമായി. കറക്റ്റാണ്. CPM-ന്റെ ചെലവിൽ ഇലക്ഷന് മുമ്പ് ഇവരുടെ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സാധനം ഒന്നും ഒരിടത്തും ഇല്ലല്ലോ. ഈ DYFI നോക്കുമ്പോൾ ഒരു സംഘടനാ രൂപമൊന്നും ഇല്ലാത്ത യൂണിറ്റുകൾ പോലുമില്ല. അവരെ ഒന്ന് ഉത്തേജിപ്പിക്കാനും ഉണർന്നെണീപ്പിക്കാനും ഈ സടകുടഞ്ഞെണീറ്റു എന്ന് പറഞ്ഞ പോലെ ഗുണഭോക്താക്കൾ അവരായി. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ താരമായി. അത് കഴിഞ്ഞപ്പോൾ രാഹുലിന്റെ അറസ്റ്റൂടെ കഴിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസ് ലൈവായി. തീർച്ചയായിട്ടും. അപ്പം ഞാൻ പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഇങ്ങനെ ഓരോ വിഷയങ്ങളെടുക്കും. അതിലേറ്റവും കൂടുതൽ എൻകാഷ് ചെയ്യാവുന്നത് ഹിന്ദുക്കൾക്കെതിരെ അല്ലെ ഹിന്ദു സംഘടനകൾ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ. ചിലർക്ക് പറയുമല്ലോ ചാണകസംഖ്യകൾ, തലയ്ക്കകത്ത് ചാണകം, വിവരമില്ലാത്ത ആളുകളൊക്കെ BJP ആവുന്നു എന്നൊക്കെ പറയുന്ന ഒരു നാറേറ്റീവ് കേരളത്തിലെങ്കിലും ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ വിവരമില്ലാത്തവരല്ല ഈ BJP-യിലേക്കൊക്കെ സമീപകാലത്ത് പോയിരിക്കുന്ന ആളുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ തലകളാണ്. അപ്പം അത് ഈ പറഞ്ഞൊരു ട്രോളിനാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു, ഒരു നറേറ്റീവ് ഉണ്ടാകുന്നു. അതിൻ്റെ പിന്നാലെ ആളുകൾ പോകുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്തൊരു തമാശ എലമെൻ്റ് ആയിരിക്കാം ട്രോളിന് പ്രത്യക്ഷത്തിൽ കാണുന്നത്. പക്ഷെ അത് വലിയ തോതിൽ വിഭാഗീയത ഉണ്ടാക്കുന്നില്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും അത് ഉണ്ടാക്കുന്നുണ്ട്. അതാ ഞാൻ പറയുന്നത്. അത്തരം സംഗതികളെ എല്ലാ പക്ഷവും വളരെ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട്. ഒന്ന് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ സമീപനം, ദൈവങ്ങളുടെ പേരുകളൊന്നും നമ്മൾ ഈ മൃഗങ്ങൾക്ക് കൊടുത്ത് ദൈവങ്ങളുടെ ശരിതെറ്റുകൾ അന്വേഷിക്കാൻ യാതൊരു തരത്തിലും ഒരു വിശ്വാസികളുടെ സമൂഹത്തിൽ സ്കോപ്പില്ല. വിശ്വാസത്തിന് ഒരു ശരിയുള്ളൂ, യുക്തിയേ ഉള്ളൂ. അത് വിശ്വാസമാണ്. അത് മറ്റൊരു മനുഷ്യനോ പ്രകൃതിക്കോ ദോഷം ചെയ്യാത്ത കാലത്തോളം ഒരു വിശ്വാസത്തെയും അവമതിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ദൈവത്തിൻ്റെ പേര്, പവിത്രമായി ഒരാൾ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പേര് ഒരു മൃഗത്തിനും കൊടുക്കേണ്ട കാര്യമില്ല. അത് കൃത്യമായി കോടതിയിൽ നിലപാട് സ്വീകരിച്ചാൽ, കോടതിയിൽ നിന്നല്ല ആര് സ്വീകരിച്ചാലും അത് സാമാന്യ ബോധമുള്ള ഒരു ഇന്ത്യൻ പൗരൻ സ്വീകരിക്കേണ്ട നിലപാടാണ്. ഇനി അങ്ങനെ ഒരു പേര് എവിടെയെങ്കിലും സ്വീകരിച്ച് കണ്ടാൽ ആ ബേസിക് ഫാൾട്ടിനെയാണ് അതിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. അതിന് പകരം അതിനെ വേറൊരു തരത്തിൽ ട്രോൾ ചെയ്ത് വിട്ടാൽ ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം? അതാണ് ഒരു വിദ്വേഷം, ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെയൊക്കെ ഈ കേരളത്തിലെ പല വീടുകളിൽ, പ്രത്യേകിച്ച് മലബാറിലെ സവർണ ജാതിയിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ നായകൾക്ക് പൊതുവെ ഇടുന്ന പേര് ടിപ്പു എന്നാണ്. ടിപ്പു എന്ന് പേരിടാറുണ്ട്, പണ്ട് പേരിടാറുണ്ട്. അതെ, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പലയിടത്തും ടിപ്പു ഉണ്ട്. അപ്പം അതിന് കാരണം ടിപ്പു ചെയ്തിട്ടുള്ള ഒരു ദ്രോഹത്തിൻ്റെ ഉണങ്ങാത്ത മുറിവുകളുടെ പക കൊണ്ട് ഇടുന്നു എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. ഇത് ശരിയാണോ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ടിപ്പുവിനോടുള്ള പക വലിയ തോതിൽ മലബാറിലെ അദ്ദേഹത്തിൻ്റെ പടയോട്ടക്കാലത്ത് പലതരത്തിലുണ്ടായിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ജന്മിമാരായിരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വലിയ തോതിൽ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടിപ്പു നടത്താൻ ശ്രമിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ അനിഷ്ടം ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ പണം, പലപ്പോഴും ക്ഷേത്രങ്ങളിൽ പണം ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിന് വേണ്ടി നിർബന്ധിച്ചും സൗമനസ്യത്തോടെയും ഒക്കെ വാങ്ങിയതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ടിപ്പു തന്നെ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ച കത്തുകളിൽ താൻ ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് സർദാർ KM പണിക്കർ ടിപ്പുവിൻ്റെ കത്തുകൾ ലണ്ടൻ ആർക്കൈവ്സിൽ നിന്ന് കണ്ടെത്തിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒറിജിനൽ രേഖകൾ. ഇതൊന്നും ആരും വേറെ ആരെങ്കിലും പറഞ്ഞുണ്ടാക്കുന്നതല്ല. അപ്പോൾ ടിപ്പു സ്വാഭാവികമായിട്ടും ആളുകളുടെ രോഷം അതിലുണ്ടാകും. അപ്പോൾ നല്ലത് എപ്പോഴും അതിപ്പോൾ ചരിത്ര പുരുഷന്മാരാണ്, വരട്ടേന്നേ. ഇപ്പം അങ്ങനെ ആരെങ്കിലും വിരോധമുള്ളവരുടെ പേര് പട്ടിക്കോ പൂച്ചക്കോ ഇടുന്നത് പോലെ അല്ലല്ലോ ഒരു ദൈവത്തിൻ്റെ പേര്. അള്ളാഹു എന്ന ഒരു ദൈവത്തിൻ്റെ പേര് ഇടുന്നത് പോലെ അല്ലല്ലോ ടിപ്പു എന്ന പേര്. ഒരു പട്ടിക്ക്, അല്ലെങ്കിൽ ഒരു പൂച്ചക്ക്, ഒരു സിംഹത്തിന്, ഒരു ആനക്ക്. അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏജൻസി ആണെങ്കിലും, മൃഗശാല നടത്തുന്ന സർക്കാരാണല്ലോ, അവർക്ക് സീതയെന്നും രാമനെന്നും പേരിടാൻ ഒന്നും ശങ്കിക്കേണ്ടതില്ല. എന്നാൽ മറിയമെന്നോ ഫാത്തിമയോ ഒന്നും ഇടാൻ അവരെത്ര തവണ ആലോചിക്കും? അങ്ങനെ അല്ല, അത് രണ്ടും വേണ്ടെന്നാണ് ഞാൻ പറയണത്. ഫാത്തിമ എന്നും മറിയമെന്നും ഇട്ടാൽ പോലും അത് ഈശ്വരൻ്റെ പേര് എന്ന് പറയല്ലേ ഞാൻ പറയണത്. അവരൊക്കെ ഈശ്വരൻ ആവണമെന്നില്ല. ചരിത്ര പുരുഷന്മാരുടെ പേര്, ഇപ്പൊ മുഹമ്മദ് എന്ന് പേരിട്ട ഒരു പ്രവാചകന്റെ പിന്നെ വലിയ പ്രശ്നമില്ല. അല്ല, പണ്ട് ഞാൻ ചോദിച്ചതല്ല, പക്ഷേ അങ്ങനത്തെ പേരിടാൻ ആരും തയ്യാറാവില്ല. എന്നാൽ രാമനെന്നും സീതയെന്നും ഒക്കെ ഇടാൻ ആർക്കും രണ്ടു വട്ടം പോലും ആലോചിക്കണ്ട. അത് സമീപകാലത്ത് വന്നൊരു സിറ്റുവേഷനാണ് സാർ. അതിപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ വലിയ തോതിൽ ഈ പറഞ്ഞ ഈ വിശ്വാസം ഹനിക്കപ്പെടുകയാണെങ്കിൽ എല്ലാ വിശ്വാസവും ഹനിക്കപ്പെടുന്നതിനെ ഒരേ വികാരത്തോടെ കാണണ്ടേ? അതെ. അത് കാണാത്തതിൽ ആ കാര്യത്തിൽ വ്രണപ്പെടുന്ന വികാരങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പക്ഷം ചേരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിൽ വന്ന വലിയൊരു അപകടമാണ്. അതിനെ വിവേചിച്ച് തന്നെ കാണണം, സാമാന്യ ബോധത്തോടെ കാണണം. അല്ല, ആ അപകടത്തിൻ്റെ നേർസാക്ഷികളാണ് നമ്മൾ മലയാളികൾ. മുഹമ്മദ് എന്ന് ഒരു ചോദ്യപേപ്പറിൽ വന്നതിൻ്റെ പേരിൽ ഒരു ജോസഫ് മാഷ് അഭിനയിച്ച നമ്മുടെ സംശയമൊന്നുമില്ല. അത് പാവം PT കുഞ്ഞുമ്മൻ്റെ പേരൊന്ന് ലോപിച്ചു കൊടുത്തതാണ്. അതെ. വേറെ ഒരു തെറ്റും അയാൾ ചെയ്തു. അദ്ദേഹം എത്ര തലമുറകളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നറിയോ?
പല തലമുറകളുടെയും സംഗമം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു മതത്തെ അവമതിക്കുന്ന ഒരു വാക്കുപോലും ആ മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ നിരസിക്കുകയും ഒരുപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു അപകടമുണ്ട്. ഇപ്പോൾ അഹമ്മദ് മാഷും ഞാനും കൂടെ നടന്നു പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരെ അറിയാവുന്ന ചില ആളുകളെങ്കിലും മതസൗഹാർദ്ദമാണല്ലോ എന്ന് പറയുന്നു. അതുപോലെ എന്ന തരത്തിലേക്ക് കേരളം മാറിയിരിക്കുന്നു. പേരുകൾ ആളുകളെ അടുപ്പിക്കുന്നതല്ല, അടിപ്പിക്കാനുള്ള ഒരു സംഖ്യയായി മാറുന്നു. അതിനെ ഭരണകൂടം ഉപയോഗിക്കുന്നു, ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ 2-3 കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, ഈ വന്ന് നമ്മുടെ രാഷ്ട്രീയ വൈരങ്ങളെ, ഇപ്പോൾ ഒരു പാർട്ടി സമം ഒരു മതം അല്ലെങ്കിൽ ഒരു സംസ്കാരമാക്കിയിട്ട് എടുക്കുക. എന്നിട്ടിപ്പോൾ ഞാനും സാറും 2 പാർട്ടിയിലാണെങ്കിൽ നമ്മൾ പരസ്പരം ബഹുമാനിച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയം പറഞ്ഞ് പിരിയാം. അതിന് പകരം അത് മതവൈരമായിട്ട് മാറും. ഒന്ന്. രണ്ടാമത്, ഈ മതവൈരങ്ങൾ മനുഷ്യർ തമ്മിലുള്ള അകലമായിട്ട് മാറുക. ഇതൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഇത് ഒരു പുതിയ വല്ലാത്ത അപകടം പിടിച്ച അവസ്ഥയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള അപജയത്തേക്കാൾ, ഒരുപക്ഷെ നമ്മുടെ സാംസ്കാരിക രംഗത്ത് വന്നിട്ടുള്ള അപജയത്തേക്കാളൊക്കെ മാരകമാണ് സാമൂഹ്യ രംഗത്ത് വന്ന ഈ ഒരു അകൽച്ച. പേരുകൾ പോലും മനുഷ്യനെ അകറ്റാനും സ്പർദ്ധയുണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അത് വല്ലാത്തൊരു അപകടം തന്നെയാണ്. ആ അപകടത്തിന്റെ ഒരു ബംഗാൾ പ്രതീകമാണ് ഇപ്പോൾ ഈ പറഞ്ഞ സിംഹങ്ങൾ. നമുക്ക് ഏതായാലും കോടതി ഇടപെട്ടു, അത് മാറ്റാൻ പറഞ്ഞു. മാത്രമല്ല ബാക്കി കേസ് നടപടി തുടരാം. റിട്ട് പെറ്റീഷനായിട്ട് എടുക്കാൻ പറ്റില്ല, പൊതു താല്പര്യ ഹർജിയായിട്ട് ആ ഹർജി കൽക്കത്തയിൽ നിന്ന് വന്നൊരു വിധിയാണെങ്കിൽ പോലും നമ്മുടെ വിധിയാ കോടതി പറഞ്ഞപ്പോൾ ബംഗാൾ സർക്കാർ എന്തൊക്കെയാണുള്ള ഒരു കാര്യം ചെയ്തു, അവർ അഡ്മിറ്റ് ചെയ്തു, ഞങ്ങൾ പേര് മാറ്റാം. തീർച്ചയായും എന്ന് പറഞ്ഞു. നല്ല തീരുമാനം, കറക്റ്റായ തീരുമാനം, അത്രയും നല്ലത്. ബംഗാൾ ഗവൺമെന്റിന് ഈ ഒരു ജാഗ്രത നേരത്തെ തന്നെ കാണിക്കേണ്ടതായിരുന്നു. ഒന്ന്, പക്ഷെ ബംഗാൾ ഗവൺമെന്റ് മൃഗങ്ങളുടെ പേരിൽ കാണിച്ച ഈ അനുകമ്പാപൂർവമായ നിലപാട് സന്ദേശ് ഗലിയിലെ പാവപ്പെട്ട സ്ത്രീകളുടെ കൂട്ടത്തിൽ കൂടെ, അവരുടെ കാര്യത്തിൽ കൂടി പരിഗണിക്കണം. തീർച്ചയായിട്ടും അത് സന്ദേശ് ഗലി ഇനി ഇതുപോലെ അന്തിമമായ അതിന്റെ മമതയെ അറിയാതെ മമതയുടെ ഒരു സേനാനായകനായ ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോഴും ഒളിവിൽ കഴിയുമെന്ന് കരുതാൻ ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ. ആ കേസിൽ ഇപ്പോഴും ഷാജഹാൻ ഷെയ്ഖിനെ അല്ല അറസ്റ്റ് ചെയ്തിട്ടില്ല. അയാളുടെ ഒരു സഹായിയെ പിടിച്ചു. രണ്ടുപേരെ പേരിൽ കേസെടുത്തു. ഷാജഹാൻ ഷെയ്ഖ് എവിടെയെന്ന് അറിയില്ല. ഏതായാലും ബംഗാളിന്റെ പാഠം നമുക്ക് കൂടി വലിയ ജാഗ്രതയായി തീരട്ടെ എന്നും തൽക്കാലം ആശംസിക്കാം. ബാക്കി കാര്യങ്ങൾ തീർപ്പുകൾ വരട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.